നമസ്കാരം. കോട്ടയം കുമാരനെല്ലൂരിൽ യുവതിക്ക് ഭർത്താവിന്റെ ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 39-കാരിയായ രമ്യ മോഹനെയാണ് ഭർത്താവ് ജയൻ ശ്രീധരൻ അതിക്രൂരമായി മർദ്ദിച്ചത്. ആക്രമണത്തിൽ യുവതിയുടെ മുഖത്ത് ഗുരുതര പരിക്കേറ്റിരുന്നു. മുഖത്തെ എല്ലിനടക്കം പൊട്ടലുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വർഷങ്ങളായി മർദ്ദനം പതിവാണെന്നും 3 മക്കളെയും ജയൻ ഉപദ്രവിക്കുമായിരുന്നുവെന്നും മക്കളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും രമ്യ ആരോപിക്കുന്നു. വീട്ടുജോലിക്കാരിയുമായിട്ടുള്ള ജയന്റെ ബന്ധം കണ്ടുപിടിച്ചതിൽ പിന്നെയായിരുന്നു ശാരീരിക ഉപദ്രവം തുടങ്ങിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു അതിക്രൂര മർദ്ദനം യുവതി നേരിട്ടത്. ഇതിനു മുൻപുള്ള 2-3 ദിവസം ഭർത്താവ് വലിയ സ്നേഹപ്രകടനമാണ് നടത്തിയതെന്ന് രമ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. പൊന്നെ മോളെ എന്ന് വിളിച്ച് സ്നേഹപ്രകടനം നടത്തി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് മർദ്ദിച്ചത്. മുൻപ് കൊടുത്ത പരാതികളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് സമ്മതിക്കണമെന്നും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും യുവതി പറയുന്നു. വേലക്കാരിയുടെ മുറിയിൽ അയാളെ മോശമായ അവസ്ഥയിൽ എനിക്ക് കാണേണ്ടി വന്നു. അന്നാണ് ഇയാൾ എന്താണെന്ന് ഞാൻ അറിയുന്നത്. അന്ന് തുടങ്ങിയതാണ് എന്നോടുള്ള പക. അയാളുടെ സ്വത്തിന് അവകാശിയായിട്ട് ഞാൻ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ മുഖത്തെ എല്ലാം കടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. കണ്ണിലും പെടലിയിലുമൊക്കെ കടിച്ചിട്ടുണ്ട്. മാന്തി പറിച്ചിട്ടുണ്ട്. ദേഹത്ത് കയറി ഇരുന്നിട്ടാണ് ഇടിക്കുന്നതെന്നും പെപ്പർ സ്പ്രേ ഉപയോഗിച്ചിട്ടുണ്ടെന്നും രമ്യ പറയുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി 2 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. സംഭവത്തിൽ യുവതിയുടെ പരാതിയിൽ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം പ്രതിയായ ജയൻ ഒളിവിലാണെന്നും ഇയാൾക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. പൊന്നെ മോളെ എന്നെല്ലാം വിളിച്ചായിരുന്നു സ്നേഹപ്രകടനം. സംഭവ ദിവസം ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം വാങ്ങി തന്നു. വൈകുന്നേരമായപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് വിളിച്ചു. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷമാണ് മർദ്ദനം തുടങ്ങിയതെന്ന് രമ്യ പറഞ്ഞു. വീട്ടിലെത്തിയ ശേഷം ആദ്യം ചെവിക്കല്ലിനടിച്ചു. തലയെല്ലാം ഭിത്തിയിലിട്ടിടിച്ചു. മുഖമെല്ലാം ഇടിച്ചു പൊട്ടിച്ചു. ഇന്നേ വരെയുള്ള എല്ലാ കേസുകളും നമ്മൾ കെട്ടിച്ചമച്ചതാണ്. അയാളൊന്നും ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ തന്നെ കൃത്രിമമായി സൃഷ്ടിച്ചതാണ്. അത് സമ്മതിപ്പിക്കുന്നു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. കാരണം സ്വത്തിനെല്ലാം അവകാശം നീയാണ്. അതുകൊണ്ട് നീയും നിൻ്റെ നശിച്ച മക്കളും ഇതിന് അവകാശിയായിട്ട് ഇരിക്കാൻ പാടില്ല. അയാളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഒന്നെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവണം, അല്ലെങ്കിൽ ഞങ്ങൾ 4 പേരും കൂടി ആത്മഹത്യ ചെയ്യണം. അയാൾക്ക് ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞു. മുൻപും സമാനമായി ഉപദ്രവിച്ചിട്ടുണ്ട്, പൊള്ളിച്ചിട്ടുണ്ട്. അന്ന് ഖത്തറിലായിരുന്നു. ഇറങ്ങി ഓടാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. നാട്ടിൽ വന്നിട്ട് 4 വർഷമായി. ഇങ്ങനെ തന്നെയായിരുന്നു ഇയാളുടെ രീതികൾ. 3 പ്രാവശ്യം കേസ് കൊടുത്തു. ഒരു തവണ കൈയും കാലും പിടിച്ച് കരഞ്ഞ് നാടകം കളിച്ചപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. മക്കളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് പലപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതെന്നും രമ്യ മാധ്യമങ്ങളോട് പറഞ്ഞു.